Good morning, dears. Today we have a fascinating editorial about the second moonshot. രണ്ടാം ചന്ദ്രദൗത്യം ISROയുടെ ചന്ദ്രദൗത്യത്തെ പറ്റിയുള്ള ഒരു എഡിറ്റോറിയലാണ്. ചന്ദ്രയാൻ 3 സ്പീക്സ് ടു മൂൺസ് റൈസിംഗ് ഇമ്പോർട്ടൻസ് ഇൻ സയൻറ്റിഫിക് പൊളിറ്റിക്കൽ മില്യൂസ്. ചന്ദ്രയാൻ 3 ദൗത്യം സംസാരിക്കുന്നു ടു മൂൺസ് റൈസിംഗ് ഇമ്പോർട്ടൻസ്, ചന്ദ്രൻ്റെ ഉയർന്നു വരുന്ന പ്രാധാന്യം ഇൻ സയൻറ്റിഫിക് പൊളിറ്റിക്കൽ മില്യൂസ്. മില്യൂസ് എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ, പരിതസ്ഥിതി. സയൻറ്റിഫിക് പൊളിറ്റിക്കൽ മില്യൂസ്, രാഷ്ട്രീയ ശാസ്ത്രീയ സാഹചര്യങ്ങൾ, അതാണ് സയൻറ്റിഫിക് ആൻഡ് പൊളിറ്റിക്കൽ മില്യൂ സാമൂഹികവും ശാസ്ത്രീയവുമായ ചുറ്റുപാടിൽ. ഓക്കെ, വി വിൽ ലുക്ക് to the details. At 2:35 p.m. Indian Standard Time on July 14, the Indian Space Research Organization ISRO plans to launch Chandrayaan 3 mission into the moon. On board a launch vehicle Mark 3 from Sriharikota. Chandrayaan 3 is largely a replica of its predecessor, Chandrayaan 2, that was launched in July 2009 in the form of an orbiter and a lander, Vikram being a rover, a Perigyam. Okay. At 2:35 p.m. Indian Standard Time on July 14, ISRO plans to launch, അത് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ചന്ദ്രയാൻ 3 മിഷൻ. ചന്ദ്രയാൻ 3 മിഷൻ ദ മൂൺ, ചന്ദ്രനിലേക്ക്. ഓൺ ബോർഡ് എ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ഫ്രം ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ചന്ദ്രയാൻ 3 ഈസ് ലാർജ്ലി, അത് വിപുലമായി, എ റെപ്ലിക്ക മീൻസ് പകർപ്പ് എന്നാണ് റെപ്ലിക്കാൻ്റെ അർത്ഥം. ഓഫ് പ്രിഡിസസർ എന്ന് പറഞ്ഞാൽ മുൻഗാമി. ഇൻ അമേരിക്കൻ ഇംഗ്ലീഷ് predecessor, and in British English and Indian English it will pronounce like a predecessor. ഒരു മുൻഗാമിയായ ചന്ദ്രയാൻ 3 പകർപ്പാണ്, ചന്ദ്രയാൻ 2വിൻ്റെ പകർപ്പാണ്. ദാറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ജൂലൈ 2019 ഇൻ ഫോം ഓഫ് ഓർബിറ്റ് ആൻഡ് ലാൻഡർ വിക്രം പരിഗ്യാം. രണ്ടിൻ്റെ രൂപത്തിൽ പോയ അതിൻ്റെ ഒരു റെപ്ലിക്കയാണ്, പകർപ്പാണ് ചന്ദ്രയാൻ 3. വൈൽ ദ ഓർബിറ്റർ എൻറ്റേർഡ് ഇൻ ടു ഓർബിറ്റ് അറൗണ്ട് ദ മൂൺ. ഓർബിറ്റർ അത് ഇറങ്ങുമ്പോൾ, ചന്ദ്രന് ചുറ്റും ഇറങ്ങുമ്പോൾ, ദ സർഫേസ് മിഷൻ ഫെയിൽഡ്, ആ ദൗത്യം പരാജയപ്പെട്ടു. When the lander crashed, instead of executing a slow descent, സാവധാനത്തിൽ ഇറങ്ങുന്നതിന് പകരം എന്ത് ചെയ്തു? ലാൻഡർ തകർന്നു, അതിൻ്റെ ഉപരിതല ദൗത്യം പരാജയപ്പെട്ടു. ISRO later identified, ISRO പിന്നീട് തിരിച്ചറിഞ്ഞു, എ പ്രോബ്ലം ഇൻ ദ ഗൈഡൻസ് സോഫ്റ്റ്വെയറുള്ള ഒരു പ്രോബ്ലവും an unexpected dispersion in the propulsion system during certain phases of descent in Chandrayaan. Phases of descent, അത് മാർഗനിർദ്ദേശ സോഫ്റ്റ്വെയറിലെ ഒരു അപാകത. ഇറങ്ങുന്ന ആ ഡിസെൻറ്റിൻ്റെ സമയത്തുള്ള ചില ഘട്ടങ്ങളിലുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റം അപ്രതീക്ഷിതമായി ചിതറിപ്പോയതുമാണ് അതിൻ്റെ കാരണമെന്ന് ISRO കണ്ടെത്തി. ഇൻ ചന്ദ്രയാൻ 3യിൽ ദ റോക്കറ്റ് വിൽ പ്ലേസ് ദ പെലോഡിനെന്ത് ചെയ്യും? അത് പ്ലേസ് ചെയ്യും ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അറൗണ്ട് ദ എർത്ത്. ചന്ദ്രയാൻ 3യിൽ റോക്കറ്റ് പെലോഡിനെ
ഭൂമിക്ക് ചുറ്റുമുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ പ്ലേസ് ചെയ്യും, സ്ഥാപിക്കും. വേർ എ പ്രൊപ്പൂഷൻ മൊഡ്യൂൾ വിൽ ടേക്ക് ഓവർ ആൻഡ് പൈലറ്റ് ദ ലാൻഡർ ടു എ സർക്കുലർ ഓർബിറ്റ് അറൗണ്ട് ദ മൂൺ. അവിടെ നിന്ന് ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ നിയന്ത്രണം ഏറ്റെടുക്കുകയും അങ്ങനെ ചന്ദ്രന് ചുറ്റും വൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിലേക്ക് ലാൻഡറിനെ നയിക്കുകയും ചെയ്യും. ഫൈനലി ദ ലാൻഡർ വിൽ ഡിറ്റാച്ച് ആൻഡ് ബിഗിൻ എ സീരീസ് ഓഫ് maneuver culminating in gradual landing on August 23-24 this year over the surface. Finally, അവസാനമായി the lander will detach and begin a series of maneuver culminating in a gradual landing. അവസാനം എന്തു ചെയ്യും? ലാൻഡർ സ്വയം വേർപെടുത്തുകയും ചില വിദഗ്ധ നീക്കങ്ങൾക്ക് ശേഷം ഉപരിതലത്തിൽ ഈ വർഷം ഓഗസ്റ്റ് 24 ഇറങ്ങുകയും ചെയ്യും. ടു ഇംപ്രൂവ് ദ ചാൻസസ് ഓഫ് സക്സസ് അറ്റ് ദിസ് സ്റ്റേജ്. ഈ ഘട്ടത്തിൽ വിജയസാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ISRO ഹാസ് സ്ട്രെങ്തേൺ ദ ലാൻഡേഴ്സ് ലെഗ്സ്. അത് ലാൻഡറിൻ്റെ ലെഗുകൾ, അതിൻ്റെ കാലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ട്രെങ്ത് ചെയ്തിട്ടുണ്ട്, ശക്തി കൂട്ടിയിട്ടുണ്ട്. ആൻഡ് ലോവേഡ് ഇറ്റ്സ് മിനിമം ത്രസ്റ്റ്. അതിൻ്റെ തള്ളൽ ശക്തി എന്ത് ചെയ്തിട്ടുണ്ട്? പരിമിതപ്പെടുത്തിയിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. എൻഹാൻസ് ദ അവൈലബിലിറ്റി ഓഫ് പവർ. വൈദ്യുതിയുടെ ലഭ്യത എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ് അപ്ഗ്രേഡഡ് ലാൻഡിങ് സീക്വൻസ്. ഇറക്കത്തിൻ്റെ ക്രമം, സീക്വൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്രമീകരിക്കുകയും പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. ദിസ് വിൽ ബി ഇന്ത്യസ് സെക്കൻഡ് അറ്റംപ്റ്റ് ടു സോഫ്റ്റ് ലാൻഡ് എ ലാൻഡർ ആൻഡ് റോവർ ഓൺ ദ ലൂണാർ സർഫേസ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് എൻഡ് ടു എൻഡ് കേപ്പബിലിറ്റി ഇൻ ദ റെലവൻറ്റ് ടെക്നോളജീസ്. ഇത് ഇന്ത്യയുടെ രണ്ടാമത്തെ ശ്രമമാണ്. ടു സോഫ്റ്റ് ലാൻഡ് എ ലാൻഡർ ആൻഡ് റോവർ ഓൺ ദ ലൂണാർ സർഫേസ്. ലൂണാർ സർഫേസിൽ, ചന്ദ്രോപരിതലത്തിൽ ലാൻഡറും റോവറും സുഖമായി ഇറക്കാനും ഉള്ള രണ്ടാമത്തെ പരിശ്രമമാണ്. ആൻഡ് ഡെമോൺസ്ട്രേറ്റ് എൻഡ് ടു എൻഡ് കേപ്പബിലിറ്റി. ആദ്യാവസാനം അതിൻ്റെ വരെയുള്ള കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരം. ആൻഡ് ഡെമോൺസ്ട്രേറ്റ് എൻഡ് ടു എൻഡ് കേപ്പബിലിറ്റി ഇൻ റെലവൻറ്റ് ടെക്നോളജീസ്. ഈ സാങ്കേതിക വിദ്യയിലുള്ള ആദ്യാവസാനം പിന്നെ കഴിവ് പ്രകടിപ്പിക്കാൻ സാങ്കേതിക വിദ്യകൾ, ഇത് സംബന്ധിച്ച സാങ്കേതിക വിദ്യകളിൽ കഴിവ് പ്രകടിപ്പിക്കാനുള്ള രണ്ടാമത്തെ പരിശ്രമമാണ്. എ സോഫ്റ്റ് ലാൻഡിങ് ഓൺ ദ മൂൺ ഈസ് എ കോംപ്ലിക്കേറ്റഡ് എക്സർസൈസ്. ഒരു ചന്ദ്രനിൽ സുഗമമായി ഇറക്കം എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് എക്സസൈസ് ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് ഫെയിലിയർ എക്സിസ്റ്റ്. പരാജയപ്പെടാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നു. ഈവൻ ഇഫ് മേ ബി ലോവർ, അത് വളരെ താഴെയാണെങ്കിലും യെറ്റ് ദർ ഈസ് ഗുഡ് റീസൺ ടു ഫോക്കസ് ഓൺ ദ കോൺസിക്വൻസസ് ഓഫ് കംപ്ലീറ്റ് സക്സസ്. പരിപൂർണമായ സമ്പൂർണ്ണ വിജയത്തിൻ്റെ അനന്തര ഫലങ്ങളിൽ, കോൺസിക്വൻസിൻ്റെ മേൽ എന്ത് ചെയ്യാണ്? ശ്രദ്ധ ഫോക്കസ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഈവൻ എറ്റ് ദ ഗുഡ് റീസൺ, വളരെ പ്രധാനപ്പെട്ട ന്യായമായ കാരണങ്ങളിൽ ടു ഫോക്കസ് ഓൺ ദ കോൺസിക്വൻസസ് ഓഫ് കംപ്ലീറ്റ് സക്സസ്. സമ്പൂർണ്ണ വിജയത്തിൻ്റെ അനന്തരഫലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മതിയായ കാരണങ്ങളുണ്ട്. ദിസ് മിഷൻ വിൽ പ്ലേ ഔട്ട് വിത്ത് ഇന്ത്യസ് ഡിസിഷൻ ടു ജോയിൻ ദ ആർടെമിസ് അക്കോർഡ്സ് ഇൻ ദ ബാക്ക്ഡ്രോപ്പ്. ഈ ദൗത്യം വിൽ പ്ലേ ഔട്ട് വിത്ത് ഇന്ത്യസ് ഡിസിഷൻ ടു ജോയിൻ ആർടെമിസ് അക്കോർഡ്സ്. ആ ഉടമ്പടിയിൽ ചേരാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്ലേ ചെയ്യും. തീരുമാനം വലിയ പങ്ക് വഹിക്കും. ഇന്ത്യ ഈ ആർടെമിസ് അക്കോർഡ്സിൽ ഉടമ്പടിയിൽ ചേർന്ന് ഇൻ ദ ബാക്ക്ഡ്രോപ്പ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇൻ ദിസ് ഗ്രൂപ്പ്, ഈ അക്കോർഡിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ ഇഫ് ദ മിഷൻ സക്സീഡ്സ്, ഈ ദൗത്യം വിജയിക്കുകയാണെങ്കിൽ ദ കൺട്രി വിൽ ബി ദ ജസ്റ്റ്
just the second to have soft landed a rover on the moon. ചന്ദ്രനിൽ ഒരു റോവർ പിന്നെ ഇറക്കിയ റോവർ സുഗമമായി ഇറക്കുന്ന രണ്ടാമത്തെ രാജ്യമാകും ഇന്ത്യ. The importance of this feat cannot be overstated. ഈ ദൗത്യത്തിൻ്റെ ഈ നേട്ടത്തിൻ്റെ പ്രാധാന്യം എന്ത് ചെയ്യാൻ പറ്റില്ല, ഓവർ സ്റ്റേറ്റഡ്, അമിതമായി പ്രസ്താവിക്കാൻ, കൂട്ടിപ്പറയാൻ കഴിയില്ല. എന്താ കാരണം? എ സ്ലീവ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് മൂൺ ലാൻഡിംഗ് മിഷൻസ് ഇൻ ദ വർക്ക്സ് വേൾഡ് വൈഡ് ആസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് permanent bases on the natural satellite has emerged as a major geopolitical goal. A slew of public and private സ്വകാര്യവും പബ്ലിക്കുമായ മൂൺ ലാൻഡിംഗ് മിഷൻസ്, ഇങ്ങനെ ചന്ദ്രനിൽ പോകാനുള്ള ദൗത്യവുമായിട്ടുള്ള പല ഗ്രൂപ്പുകളും ഇൻ ദ വർക്ക്സ് വേൾഡ് വൈഡ്, ലോകാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. ആസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പെർമനൻറ്റ് ബേസസ് ഓൺ ദ നാച്ചുറൽ സാറ്റലൈറ്റ്, പ്രകൃതിദത്ത ഉപഗ്രഹത്തിൽ സ്ഥിരമായ അടിത്തറ സ്ഥാപിക്കാൻ അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി പിന്നെ പ്രൈവറ്റ് അതുപോലെ പബ്ലിക് ഗ്രൂപ്പുകൾ, സ്വകാര്യ മേഖലകളും സർക്കാർ മേഖലകളും ചന്ദ്രങ്ങളുടെ ഒരു കൂട്ടം, എ സ്ലീവ് ഓഫ് എന്നുള്ള ഒരു കൂട്ടം ദൗത്യങ്ങൾ ലോകമെമ്പാടും പ്രവർത്തിക്കുന്നുണ്ട്. പ്രകൃതിദത്ത ഉപഗ്രഹത്തിൽ സ്ഥിരമായ അടിത്തറ സ്ഥാപിക്കാൻ അവരെന്താ ചെയ്യുന്നത്? അവരുടെ മിഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആസ് എ മേജർ ജിയോ പൊളിറ്റിക്കൽ ഗോൾ, ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ ലക്ഷ്യമായി, ജിയോ പൊളിറ്റിക്കൽ ഗോൾ, വളരെ ഭൗമരാഷ്ട്രീയമായ ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന പല പൊതുമേഖല അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങളും വേൾഡ് വൈഡായിട്ടുണ്ട്. ദ അക്കോർഡ്സ് ഡിഫൈൻ ദ US ലെഡ് ആക്സിസ്. ഈ അക്കോർഡ് എന്ന് പറയുന്നത് അത് നിർവചിക്കുന്നത് US ലെഡ്, അമേരിക്ക നയിക്കുന്ന ഒരു ധ്രുവത്തെയാണ് ആക്സിസ്. വൈൽ ചൈന ആൻഡ് റഷ്യ ആർ വർക്കിംഗ് ഓൺ ആൻ ഇൻ്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ. ചൈനയും റഷ്യയും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ആർട്ടിമിസ് അക്കോർഡ് എന്ന് പറയുന്നത് അത് US നയിക്കുന്ന ഒരു അച്ചുതണ്ടാണ്, ആക്സിസ്. ദ സക്സസ് ഓഫ് ചന്ദ്രയാൻ 3 വിജയം വിൽ ഓൾസോ മേക്ക് ഇറ്റ് ദ സർഫേസ് മിഷൻ ക്ലോസസ്റ്റ് ടു ദ ലൂണാർ സൗത്ത് പോൾ ടു ഡേറ്റ്. അങ്ങനെ ഈ ചന്ദ്രയാൻ 3 ദൗത്യം വിജയിക്കുകയാണെങ്കിൽ ദക്ഷിണ ധ്രുവത്തോട് ഏറ്റവും അടുത്തുള്ള ഉപരിതല ദൗത്യമായി മാറും. എ റീജിയൻ ഓഫ് ദ മൂൺ that has been found to be geologically unique and host to spots in permanent shadow. ഈ പ്രദേശം ചന്ദ്രൻ്റെ ഉപരിതല പ്രകൃതിയിൽ നിന്ന് വേറിട്ടതും സ്ഥിരമായി നിഴലുള്ളതുമായ സ്ഥലമാണ്. ഓക്കെ, ടു സ്റ്റഡി ഇത് പഠിക്കാൻ ആൻഡ് അതർ ഫ്യൂച്ചേഴ്സ്, മറ്റ് സാധ്യതകളും സമാനമായ കാര്യങ്ങളും പഠിക്കാൻ. ദ മിഷൻ ഹാസ് 6 സയൻറ്റിഫിക് പെലോട്ട്സ്. ഈ ദൗത്യത്തിന് 6 സയൻറ്റിഫിക് പെലോഡുകളുണ്ട്. എ 7th ഇൻസ്ട്രുമെൻറ്റ്, ഒരു 7ാമത്തെ ഒരു ഉപകരണം. ഓൺ ദ പ്രൊപ്പൽഷൻ മൊഡ്യൂളിലുള്ള 7ാമത്തെ ആ ഉപകരണം വിൽ പ്രൊഫൈൽ ദ സയൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത് to help scientists look for similar signs on planets beyond the solar system. അപ്പോൾ അത് ഭൂമിയിലെ ആ ഉപകരണം ഭൂമിയിലെ ജീവൻ്റെ അടയാളങ്ങൾ ചിത്രീകരിക്കും. ഓക്കെ, പ്രൊഫൈൽ ചെയ്യും. എന്താണ്? ദ സയൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്, ഭൂമിയിലുള്ള ജീവൻ്റെ അടയാളങ്ങൾ. ടു ഹെൽപ്പ് സയൻറ്റിസ്റ്റുകളെ സഹായിക്കാൻ. ലുക്ക് ഫോർ സിമിലിയർ സൈൻസ്, മറ്റ് അടയാളങ്ങൾ, സമാനമായ അടയാളങ്ങൾ കണ്ടെത്താൻ, ശാസ്ത്രജ്ഞന്മാർക്ക് സമാനമായ അടയാളങ്ങൾ കണ്ടെത്താൻ. ഓക്കെ, എവിടെ? ഓൺ പ്ലാനറ്റ്സ് ബിയോണ്ട് ദ സോളാർ സിസ്റ്റം, ഈ സോളാർ സിസ്റ്റത്തിൻ്റെ പുറത്ത്
ഓക്കെ, സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളിൽ ജീവൻ്റെ തുടിപ്പുകളിലെ അടയാളങ്ങൾ കണ്ടെത്താൻ സയൻറ്റിസ്റ്റുകളെ സഹായിക്കും. ടേക്കൻ ടുഗദർ, എല്ലാം കൂടി സംക്ഷിപ്തമായി പറയുകയാണെങ്കിൽ ചന്ദ്രയാൻ 3 ഓഫേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് ധാരാളം അവസരങ്ങൾ എന്ത് ചെയ്യുന്നു, അത് വാഗ്ദാനം ചെയ്യുന്നു. ഓപ്പർച്യൂണിറ്റീസ് ടു ലീഡ് ദ വേൾഡ്സ് റെസ്പോൺസ് ടു ദ മൂൺസ് ഗ്രോയിങ് ഇമ്പോർട്ടൻസ്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിനെ നയിക്കാൻ ഇന്ത്യക്ക് ചന്ദ്രയാൻ 3 എന്ത് ചെയ്യുന്നു, അവസരങ്ങൾ നൽകുന്നു. ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഇൻ ദ സയൻറ്റിഫിക് ആൻഡ് ദ പൊളിറ്റിക്കൽ മില്യൂസ്. രാഷ്ട്രീയവും അതുപോലെ ശാസ്ത്രീയവും രാഷ്ട്രീയവുമായ ചുറ്റുപാടുകളിൽ ഈ ചന്ദ്രന് വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തോടുള്ള ലോകത്തിൻ്റെ കാഴ്ചപ്പാടിനെ നയിക്കാൻ ഇന്ത്യക്ക് ചന്ദ്രയാൻ 3 അവസരങ്ങൾ നൽകുന്നു എന്നാണ് ഹിന്ദു എഡിറ്റോറിയൽ പറയുന്ന. ഓക്കെ, ഐ തിങ്ക് യു എൻജോയ്ഡ് മെനി വേർഡ്സ് ആൻഡ് ഫ്രേസസ്, റെപ്ലിക്ക, പ്രിഡിസസർ, മിലിയു, and you will get an insight about the Chandrayaan 3. Enjoy reading. Thank you for watching. Have a nice day.